വചനമൊഴി സെപ്റ്റംബർ 14. ഏലിയാ സ്ലീവ മൂശക്കാലം 2-ാം ഞായർ, സ്ലീവാക്കാലം 1-ാം ഞായർ. ഏലിയാ സ്ലീവ മൂശക്കാലത്തിലെ 2-ാം ഞായറാഴ്ചയായ ഇന്ന് സെപ്റ്റംബർ 14 കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസവുമാണ്. അതിനാൽ ഇന്നു മുതൽ സ്ലീവാക്കാലം ആരംഭിക്കുകയാണ്. ഇന്ന് സ്ലീവാക്കാലം 1-ാം ഞായറാഴ്ചയാണ്. എന്നാൽ ഈ ഞായറാഴ്ച സെപ്റ്റംബർ 14 ആയതുകൊണ്ട് ഇന്നത്തെ വിചിന്തനത്തിന് ആരാധനാക്രമ പഞ്ചാംഗം നൽകിയിരിക്കുന്നത് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിനുള്ള വചനഭാഗങ്ങളാണ്. സ്ലീവായുടെ തിരുനാളിനെ കുറിച്ചും അന്നേ ദിവസത്തിനു വേണ്ടിയുള്ള വചനഭാഗങ്ങളെ കുറിച്ചുമാണ് ഈ ആഴ്ചയിൽ നാം വിചിന്തനം ചെയ്യുന്നത്. സ്ലീവാ കേന്ദ്രീകൃതമായ മനുഷ്യ ജീവിതത്തെയും സ്ലീവായിലൂടെ യാഥാർത്ഥ്യമായ രക്ഷയെയും സംസ്ഥാപിതമായ സ്വർഗരാജ്യത്തെയും വരാനിരിക്കുന്ന നിത്യമഹത്വത്തെയും കുറിച്ച് ആരാധനാ സമൂഹം ധ്യാന വിഷയമാക്കുന്ന കാലഘട്ടമാണ് സ്ലീവാക്കാലം. സ്ലീവായുടെ തിരുനാൾ സഭയിലെ വലിയ ഒരു തിരുനാളായി പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭകളും വളരെ പ്രാചീന കാലം മുതൽ ആചരിച്ചിരുന്നതാണ്. സ്ലീവായുടെ മഹത്വം പ്രഘോഷിക്കുന്നതിനൊപ്പം സഭയുടെ ചരിത്രത്തിലെ ഏതാനും സംഭവങ്ങൾ അനുസ്മരിക്കുന്ന ഒരു തിരുനാൾ കൂടിയാണ് സ്ലീവായുടെ തിരുനാൾ. ഒന്നാമതായി വിശുദ്ധ ഹെലേന ഈശോയുടെ കുരിശ് കണ്ടെത്തിയതിനെയും ഈശോയുടെ തിരുക്കല്ലറയുടെ മുകളിലായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പണി കഴിപ്പിച്ച ദൈവാലയത്തിന്റെ പ്രതിഷ്ഠയെയും ഈശോയുടെ കുരിശ് പരസ്യ വണക്കത്തിനായി ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനെയും അനുസ്മരിക്കുന്നു. AD 614 ജെറുസലേം ദൈവാലയം പേർഷ്യൻ ആക്രമണത്തിനിരയാവുകയും ജെറുസലേമിലെ പാത്രാക്കീസും ജനങ്ങളുമെല്ലാം ബന്ദികളാക്കപ്പെട്ട് പേർഷ്യയിലേക്ക് കൊണ്ടുപോകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം AD 629 ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ പേർഷ്യയിൽ നിന്ന് പാത്രാക്കീസിനെയും ജനത്തെയും വിമോചിപ്പിച്ചു കൊണ്ടുവരികയും വീണ്ടും സ്ലീവ ജെറുസലേം ദേവാലയത്തിൽ പരസ്യ വണക്കത്തിനായി പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് 629 സെപ്റ്റംബർ 14 ഇപ്രകാരം ഈശോയുടെ കുരിശ് ജെറുസലേം ദേവാലയത്തിൽ പരസ്യ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചതിനെ അനുസ്മരിക്കുന്ന തിരുനാളാണ് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. സ്ലീവായാണ് രക്ഷയുടെ അടയാളം. സ്ലീവായിലൂടെയാണ് മനുഷ്യരക്ഷ യാഥാർത്ഥ്യമായത്. സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ നമ്മുടെ കർത്താവിന്റെ മഹത്വത്തിന്റെ പ്രഘോഷണമാണ്. സ്ലീവായുടെ തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം എമ്മാവൂസിലേക്ക് പോകുന്ന 2 സ്ലീഹന്മാരെ കുറിച്ചും അവർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നതും അവിടുന്ന് അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതുമാണ്. അവരുടെ സംഭാഷണത്തിനിടയിൽ ശിഷ്യന്മാർ ആ ദിവസങ്ങളിൽ നടന്നതിനെ കുറിച്ചെല്ലാം ആദിയോടെ ഈശോയോട് പറയുമ്പോൾ അവിടുന്ന് പറയുന്നത് മനുഷ്യപുത്രൻ ഇവയെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ്. തന്റെ കുരിശുമരണത്തെ മഹത്വത്തിലേക്കുള്ള പ്രവേശനമായാണ് ഈശോ കാണുന്നത്. സ്ലീവായുടെ തിരുനാൾ മഹത്വീകൃതമായ മിശിഹായുടെ തിരുനാളാണ്. സ്ലീവ എന്ന വാക്കിന്റെ അർത്ഥം ക്രൂശിക്കപ്പെട്ടവനെന്നാണ്. കുരിശിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഉത്തിതനായ മിശിഹായെയാണ് സ്ലീവായുടെ തിരുനാൾ ആചരിക്കുന്നതിലൂടെ മഹത്വപ്പെടുത്തുന്നത്. ആദിമസഭയിൽ സ്ലീവ ഉപയോഗിച്ചിരുന്നത് ഉത്തിതനായ മിശിഹായെ പ്രതിനിധാനം ചെയ്യുന്നതിനായിരുന്നു. വിവിധങ്ങളായ രീതിയിൽ ശൂന്യമായ കുരിശ് ചിത്രീകരിച്ചുകൊണ്ട് മിശിഹായെ മഹത്വപ്പെടുത്തുകയായിരുന്നു ആദിമസഭയിൽ ചെയ്തിരുന്നത്. എല്ലാ ആരാധനാക്രമ പാരമ്പര്യത്തിലും ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ശൂന്യമായ കുരിശുകളാണ് ഉപയോഗിച്ചിരുന്നത്. ക്രൂശിക്കപ്പെട്ടവന്റെ രൂപത്തോടെ ആദിമസഭയിൽ സ്ലീവ ഉപയോഗിച്ചിരുന്നില്ല. മധ്യനൂറ്റാണ്ടുകൾ മുതലാണ് ക്രൂശിതനായ മിശിഹായുടെ രൂപത്തോടെയുള്ള കുരിശു രൂപങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. മിശിഹായിലൂടെ യാഥാർത്ഥ്യമായ രക്ഷയെയാണ് ശൂന്യമായ കുരിശ് സൂചിപ്പിക്കുന്നത്. ആ രക്ഷയിലുള്ള പങ്കാളിത്തമായിരുന്നു ആരാധനാക്രമം. അതിനാൽ സ്ലീവായുടെ മുൻപിലായിരുന്നു എല്ലാ ആരാധനാക്രമത്തിലും ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്തിരുന്നത്. ഉത്തിതനായ മിശിഹായുടെ പ്രതീകമായി മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്ന സ്ലീവായായിരുന്നു മാർത്തോമാ സ്ലീവ. മരണത്തെ കീഴടക്കി ഉത്ഥാനം ചെയ്ത്
മനുഷ്യകുലത്തിന് പ്രത്യാശ നൽകിയ ഈശോ മിശിഹായെയാണ് മാർത്തോമാ ശ്ലീഹ പ്രതിനിധാനം ചെയ്യുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് മിശിഹായുടെ ശ്ലീഹായുടെ പ്രതിരൂപമായി മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തുന്നതിനെ കുറിച്ചാണ്. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മിശിഹായും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതുമ്പോൾ മിശിഹായുടെ മഹത്വപൂർണമായ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മരുഭൂമിയിൽ പാപത്തിൽ വീണുപോയവർക്ക് രക്ഷയുടെ അടയാളമായി മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയെങ്കിൽ, പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തിന് രക്ഷ നൽകുന്നതിന് വേണ്ടി ശ്ലീഹ ഉയർത്തപ്പെടുകയാണ്. മോശ ഉയർത്തിയത് രക്ഷയുടെ അടയാളം മാത്രമായിരുന്നുവെങ്കിൽ കാൽവരിയിൽ രക്ഷകൻ തന്നെ ഉയർത്തപ്പെടുകയാണ്. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടത് രക്ഷയുടെ അടയാളം മാത്രമായിരുന്നു. രക്ഷ നൽകിയത് ദൈവമായിരുന്നു. എന്നാൽ കാൽവരിയിൽ ഉയർത്തപ്പെട്ടത് രക്ഷ നൽകുന്നവൻ തന്നെയായിരുന്നു. ശ്ലീഹായിലൂടെ രക്ഷ സാധ്യമായി. ബാബിലോണിയയിലെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് വിജയശ്രീലാളിതനായ ഒരു യോദ്ധാവിനെ പോലെ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്ത് മഹത്വത്തിലേക്ക് നയിക്കുന്നതിനെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത്. അവരുടെ മുൻപിലെ അന്ധകാരത്തെ പ്രകാശപൂരിതമാക്കിക്കൊണ്ട് അവിടുന്ന് അവരെ നയിക്കുമെന്നാണ് കർത്താവ് പ്രവാചകനിലൂടെ അരുൾ ചെയ്യുന്നത്. മിശിഹായുടെ കുരിശിലൂടെ യാഥാർത്ഥ്യമായ രക്ഷയാണ് പ്രവാചക വചസ്സുകളിൽ നിഴലിച്ചു കാണുന്നത്. ലോകത്തിന്റെ മുൻപിൽ ഭോഷത്വമായി കരുതിയിരുന്ന കുരിശിലൂടെ രക്ഷ നൽകിയതിനെ കുറിച്ചാണ് കൊരിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ പ്രബോധിപ്പിക്കുന്നത്. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ശ്ലീഹായാണ് മനുഷ്യകുലത്തിന് രക്ഷയായി വർത്തിക്കുന്നത്. ശ്ലീഹായുടെ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് മിശിഹായിലൂടെ നൽകിയ രക്ഷ അനുഭവിക്കുന്നതിനും അത് ആരാധനയിലൂടെ പ്രഘോഷിക്കുന്നതിനുമാണ് തിരുസഭ നമ്മെ ക്ഷണിക്കുന്നത്. ശ്ലീഹായാണ് രക്ഷ, ശ്ലീഹായിലൂടെയാണ് രക്ഷ. ശ്ലീഹായെ ആരാധിച്ചുകൊണ്ട് ശ്ലീഹായുടെ ശക്തിയാൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഇടുങ്ങിയ വാതിലാണ് ശ്ലീഹ. ശ്ലീഹായുടെ പാതയിൽ മുന്നേറുവാൻ ഈ ശ്ലീഹാ കാലത്ത് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.